ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിത്തിങ് ബൈ കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ. Quest for a Theory of Everything by Kitty Gale Ferguson is a short profile of Stephen Hawking, one of the most remarkable figures of our age. Stephen Hawking is a Cambridge genius who has earned an international reputation as the most brilliant theoretical physicist since Einstein. He is an insightful, absorbing, and inspiring person of extraordinary courage who dared his challenges and the threatening disease with his strong willpower. His life and works bear witness to his brilliant mind. കിറ്റി ഗെയിൽ ഫെർഗ്യൂസന്റെ ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിത്തിങ് എന്ന ഈ പാഠം സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു സംഗ്രഹമാണ്. സ്റ്റീഫൻ ഹോക്കിങ് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ മഹത് വ്യക്തികളിൽപ്പെട്ട ഒരാളാണ്. കേംബ്രിഡ്ജിലെ ഈ പ്രതിഭ ഐൻസ്റ്റീനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രത്തിലെ സൈദ്ധാന്തികനായിരുന്നു. തികഞ്ഞ ഉൾക്കാഴ്ചയും ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റവും പ്രേരക ശക്തിയും നിറഞ്ഞ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ശക്തമായ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് കടുത്ത വെല്ലുവിളികളെയും കഠോരമായ രോഗത്തെയും അദ്ദേഹം സധൈര്യം നേരിട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതവും കൃതികളും അദ്ദേഹത്തിൻ്റെ തിളക്കമാർന്ന ബുദ്ധിശക്തിയുടെ സാക്ഷ്യങ്ങളാണ്. Stephen Hawking was born on January 8, 1942 in Oxford, England. At an early age, Hawking showed a passion for science and the sky. Early in his academic life, Hawking, though recognized as bright, was not an exceptional student. Many a time he met with borderline results. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജനനം 1942 ജനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ വെച്ചായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ ശാസ്ത്രീയത്തിലും വാനനിരീക്ഷണത്തിലും അദ്ദേഹം അതീവ താൽപ്പര്യം കാണിച്ചിരുന്നു. പഠനത്തിൽ സമർത്ഥനായിരുന്നെങ്കിലും അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. പരീക്ഷകളിൽ പലപ്പോഴും കഷ്ടിച്ച് മാത്രമേ ജയിച്ചിരുന്നുള്ളൂ. At the age of 21, while studying cosmology at the University of Cambridge, he was diagnosed with amyotrophic lateral sclerosis. It was devastating news for Hawking and his family. A few events, however, prevented him from becoming completely pessimistic. The most significant among them was the fact that he was in love. At a New Year's party in 1963, shortly before he had been diagnosed with ALS, Hawking met a young girl named Jane Wilde. They were finally married in 1965. അദ്ദേഹം കേംബ്രിഡ്ജിൽ പ്രപഞ്ചശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 21-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് സ്ക്ലെറോസിസ്, അതായത് രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ അസാധാരണമായ കടുപ്പം കൂടുന്ന അവസ്ഥ എന്ന രോഗം പിടിപെട്ടിട്ടുള്ളതായി തിരിച്ചറിഞ്ഞു. ഹോക്കിങ്ങിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും തളർത്തുന്ന ഒരു വാർത്തയായിരുന്നു അത്. ചില സംഭവങ്ങൾ തീർത്തും നിരാശനാകുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടഞ്ഞു. അവയിൽ ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹം ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു എന്നതാണ്. 1963 നവവത്സരാഘോഷ പാർട്ടിയിൽ വെച്ച് ഹോക്കിംഗ് ജെയിൻ വൈൽഡ് എന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അത് അദ്ദേഹത്തിൻ്റെ രോഗത്തെപ്പറ്റി അറിയുന്നത് തൊട്ടു മുമ്പായിരുന്നു. 1965 അവർ വിവാഹിതരാവുകയും ചെയ്തു. In a sense, Hawking's disease helped him become the noted scientist he is today. Before the diagnosis, Hawking hadn't always focused on his studies. "I was bored with life before my illness," he said. There had not seemed to be anything worth doing, with the sudden realization that he might not even live long enough to earn his PhD. Hawking poured himself into his work and research, and despite his devastating illness, he has done groundbreaking work in physics and cosmology, and his several books have helped to make science accessible to everyone. ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രോഗം അദ്ദേഹത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ശാസ്ത്രജ്ഞനാകാൻ സഹായിച്ചു എന്ന് പറയുന്നു. രോഗം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹം പഠനത്തിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചിരുന്നില്ല. അതിനെപ്പറ്റി അദ്ദേഹം തന്നെ പറഞ്ഞത് ഇപ്രകാരമാണ്: "എൻ്റെ രോഗത്തിന് മുൻപ് എനിക്ക് ജീവിതത്തോട് മടുപ്പായിരുന്നു. വിലപ്പെട്ട എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല." തനിക്ക് PhD ലഭിക്കുന്നതിനുള്ള കാലം വരെ ജീവിക്കാനുള്ള സാധ്യതയില്ലെന്ന പെട്ടെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ പഠനത്തിലും ഗവേഷണത്തിലും കാതലായ ഉണർവുണ്ടാക്കി. തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന രോഗാവസ്ഥയ്ക്കിടയിലും ഭൗതികശാസ്ത്രത്തിലും പ്രപഞ്ചശാസ്ത്രത്തിലും ധാരാളം നേട്ടങ്ങളുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു.
അദ്ദേഹത്തിൻ്റെ നിരവധിയായ ഗ്രന്ഥങ്ങൾ സാധാരണ മനുഷ്യരെ ശാസ്ത്രത്തിലേക്ക് അടുപ്പിക്കുന്നതിന് സഹായകമായി. The best-selling among them is A Brief History of Time. The book articulates the physicist's personal search for science's holy grail, a single unifying theory that can combine cosmology, the study of the big, with quantum mechanics, the study of the small, to explain how the universe began. In spite of his crippling disease, he has become the supernova of world physics. അവയിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയത് കാലത്തിൻ്റെ ഒരു സംക്ഷിപ്ത ചരിത്രം എന്ന ഗ്രന്ഥമാണ്. ശാസ്ത്രമാകുന്ന മഹാപാനപാത്രത്തിൽ നിന്നുമുള്ള ഒരു ഭൗതിക ശാസ്ത്രജ്ഞത്തിൻ്റെ വ്യക്തിപരമായ അന്വേഷണത്തിൻ്റെ ചരിത്രമാണ് അതിൽ വിവരിക്കുന്നത്. പ്രപഞ്ചശാസ്ത്രത്തെയും വലുതിൻ്റെ പഠനം, ക്വാണ്ടം മെക്കാനിക്സ് ചെറുതിൻ്റെ പഠനം, ഇവ രണ്ടിനെയും സംയോജിപ്പിച്ചുള്ള അതുല്യമായ ഒരു സിദ്ധാന്തമായിരുന്നു അത്. ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തെ വിശദീകരിക്കുന്നതിന് ഈ തിയറിക്ക് കഴിഞ്ഞു. രോഗം അദ്ദേഹത്തെ തളർത്തിക്കൊണ്ടിരുന്നപ്പോഴും ലോക ഭൗതികശാസ്ത്രത്തിൻ്റെ നെറുകയിൽ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. Stephen Hawking has overcome his crippling disease to become the supernova of world physics. Prepare a write-up on how he could overcome his adversities. സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ വികലാംഗ രോഗത്തെ മറികടന്ന് ലോക ഭൗതികശാസ്ത്രത്തിൽ തന്നെ സൂപ്പർനോവയായി മാറി. അപ്പോൾ അദ്ദേഹം തൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ തന്നെ തരണം ചെയ്ത് എങ്ങനെ ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചു എന്നതിനെക്കുറിച്ച് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റൈറ്റപ്പ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സ്റ്റീഫൻ ഹോക്കിംഗ്, എ സിംബൽ ഓഫ് ഒപ്റ്റിമിസം. Stephen Hawking could overcome his crippling disease with willpower and optimism. He overcame his adversities with his courage and fortitude. He opted his courses and colleges for study in tune with his interests and talents. He realized that there were a lot of worthwhile things to do even though the rare disease paralyzed him. He understood that life was precious if he could sacrifice himself for others. His meeting with Jane Wilde also became a turning point in his life. സ്റ്റീഫൻ ഹോക്കിംഗ്, ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പ്രതീകം. ഇച്ഛാശക്തിയും ശുഭാപ്തി വിശ്വാസവും കൊണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിന് തൻ്റെ വികലാംഗ രോഗത്തെ മറികടക്കാൻ കഴിഞ്ഞു. ധൈര്യം കൊണ്ട് അവൻ തൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ചു. തൻ്റെ താൽപ്പര്യങ്ങൾക്കും കഴിവുകൾക്കും അനുസൃതമായി അദ്ദേഹം തൻ്റെ കോഴ്സുകളും കോളേജുകളും പഠനത്തിനായി തിരഞ്ഞെടുത്തു. അപൂർവ രോഗം തന്നെ തളർത്തിയെങ്കിലും മൂല്യവത്തായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കാൻ കഴിയുമെങ്കിൽ ജീവൻ വിലപ്പെട്ടതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ജെയിൻ വൈൽഡുമായുള്ള കൂടിക്കാഴ്ചയും അവൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. ഹി അഡ്മയർഡ് ഹർ വിറ്റ് ആൻഡ് ഒപ്റ്റിമിസം. ഹർ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി ഇൻഫ്ലുവൻസ്ഡ് ഹിം. He shared his thoughts and vision about his cosmos with the common people through the book, A Brief History of Time. He thought aloud and shared his ideas with the help of science and technology. A computer expert in California sent him a program called Equalizer to help him express himself. Yes, the entire cosmos conspired to make him great, while Hawking was not ready to yield to the crippling disease. അവളുടെ ബുദ്ധിയും ശുഭാപ്തി വിശ്വാസവും അവൻ അഭിനന്ദിച്ചു. ഏത് പ്രതികൂലാവസ്ഥയിൽ നിന്നും നന്മ വരാം എന്ന് അവളുടെ വിശ്വാസം അവനെ സ്വാധീനിച്ചു. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തൻ്റെ ചിന്തകളും ദർശനങ്ങളും സാധാരണക്കാരുമായി പങ്കുവച്ചു. അവൻ ഉറക്കി ചിന്തിക്കുകയും സയൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ തൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. കാലിഫോർണിയയിലെ ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ സ്വയം പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ഇക്വലൈസർ എന്ന പ്രോഗ്രാം അയച്ചു കൊടുത്തു. വികലാംഗ രോഗത്തിന് വഴങ്ങാൻ ഹോക്കിംഗ് തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മഹാനാക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവനും കൂടെ നിന്നു. അപ്പോൾ ഇവിടെ ഒരു സ്പീച്ച് തയ്യാറാക്കാനും പറഞ്ഞിട്ടുള്ളത്, അതായത് +2 ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്കോട് കൂടി വിജയിച്ച കുറച്ച് വികലാംഗരായ കുട്ടികളെ ആദരിക്കുന്നൊരു ചടങ്ങാണ് അവിടെ നടക്കുന്നത്. ആ ചടങ്ങിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ എക്സാമ്പിളായി വെച്ചുകൊണ്ടൊരു സ്പീച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ സ്പീച്ച് എങ്ങനെയാണെന്ന് നോക്കാം.
Honorable guests and dignitaries on and off the dais, and my dear friends. I feel proud to speak to you, and I really love to be among you because I can feel your enthusiasm and determination. At this juncture, I would like to share with you the life and works of Stephen Hawking, about whom I happened to read recently. നിങ്ങളുടെ ദൃഢനിശ്ചയവും അതുപോലെ ആവേശമൊക്കെ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വളരെ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇന്നിവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫും അതുപോലെ അദ്ദേഹത്തിൻ്റെ വർക്കിനെയൊക്കെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. He is one of the most remarkable figures of our age, who has earned international reputation as the most brilliant theoretical physicist since Einstein. Stephen Hawking gave us insightful, absorbing, and inspiring account of his extraordinary life and brilliant mind. അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ മഹത് വ്യക്തികളിൽപ്പെട്ട ഒരാളാണ്. ഈ പ്രതിഭ എന്ന് പറയുന്നത് ഐൻസ്റ്റീനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഭൗതികശാസ്ത്ര സൈദ്ധാന്തികനും കൂടിയാണ്. തികഞ്ഞ ഉൾക്കാഴ്ചയും ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റവും പ്രേരക ശക്തിയും നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. Stephen Hawking was not an exceptional student. Many a time he met with borderline result. At the age of 21, while studying cosmology at the University of Cambridge, he was diagnosed with amyotrophic lateral sclerosis, a disease for which there is no known treatment. What do you think would be our response if we were in his position? Definitely, we would be shattered. But he didn't become pessimistic at all. പഠിക്കുന്ന കാലത്ത് വളരെ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പരീക്ഷകളിലൊക്കെ പലപ്പോഴും അദ്ദേഹം കഷ്ടിച്ച് മാത്രമേ ജയിച്ചിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 21-ാമത്തെ വയസ്സിൽ കേംബ്രിഡ്ജിൽ പ്രപഞ്ചശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അമ്യോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലിറോസിസ്, അതായത് രക്തക്കുഴലുകളുടെ ഭിത്തികളിലൊക്കെ അസാധാരണമായ ഒരു കടുപ്പം തോന്നിക്കുന്നൊരു രോഗമാണത്. അങ്ങനെ ഈ അസുഖം അദ്ദേഹത്തിനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ആ സമയത്താണ്. അപ്പോൾ ഈ അസുഖത്തിനെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളാണ് ഇപ്പോൾ ആ സാഹചര്യത്തിലെങ്കിൽ എന്താവും നിങ്ങളുടെ അവസ്ഥ? ഉറപ്പായിട്ടും നമ്മൾ ശരിക്കും തകർന്നു പോയിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം ഒരിക്കലും അദ്ദേഹം കൈവിട്ടില്ല. In 1985, he had to undergo an emergency operation. After that, Hawking could ever communicate with his mouth. He had to find a new way of communicating, that is, using a software called Equalizer. Still, he continued to make countless lectures. അതായത് 1985 അദ്ദേഹത്തിന് ഒരു എമർജൻസി ഓപ്പറേഷന് വിധേയനാകേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തൻ്റെ വായ ഉപയോഗിച്ച് ഒരിക്കലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം അദ്ദേഹം ഇക്വലൈസർ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നിട്ടും അദ്ദേഹം എത്രയോ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. ആ ഇക്വലൈസർ എന്ന സോഫ്റ്റ്വെയർ കൊണ്ട് അദ്ദേഹം എത്രയോ ലെക്ചറുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. He was told that he had but a few years to live after his initial diagnosis. അദ്ദേഹത്തിന് ആദ്യ പരിശോധനയ്ക്ക് ശേഷം ഇനി കുറച്ച് വർഷങ്ങൾ കൂടി താൻ ജീവിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. Now, almost 40 years later, his body may be in decline, but the body of his works is still growing. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 40 വർഷം കഴിഞ്ഞു. മേ ബി അദ്ദേഹത്തിൻ്റെ ശരീരം ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ ഇപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. In a sense, Hawking's disease helped him become the noted scientist he is today. Before the diagnosis, Hawking had not always focused on his studies. I was bored with life before my illness, he said. അതായത് ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രോഗം അദ്ദേഹത്തെ ഏറ്റവും ശ്രദ്ധേയനായൊരു ശാസ്ത്രജ്ഞനാക്കാൻ സഹായിച്ചു എന്ന് അദ്ദേഹം പറയുന്നത്. രോഗം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹം പഠനത്തിൽ വേണ്ടത്ര ഒരു ശുഷ്കാന്തി ഒന്നും കാണിച്ചിരുന്നില്ല. അതിനെപ്പറ്റി അദ്ദേഹം തന്നെ പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ രോഗത്തിന് മുമ്പ് എനിക്ക് ജീവിതത്തോട് മടുപ്പായിരുന്നു. വിലപ്പെട്ട എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. had not seemed to be anything worth doing. With a sudden realization that he might not even live long enough to earn his PhD, Hawking applied himself into his work and research. വിലപ്പെട്ട എന്തെങ്കിലും ഒന്നും ചെയ്യണമെന്നൊന്നും അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. പക്ഷേ PhD ലഭിക്കുന്നതിനുള്ള കാലം വരെ ജീവിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പഠനത്തിലും അതുപോലെ ഗവേഷണത്തിലും കാതലായ ഉണർവുണ്ടായിരുന്നു.
his devastating illness, he has done groundbreaking work in physics and cosmology. He wrote several books to make science accessible to everyone. തന്നെ കാർന്നു തിന്നുകൊണ്ടിരുന്ന രോഗാവസ്ഥയ്ക്കിടയിലും ഭൗതികശാസ്ത്രത്തിലും പ്രപഞ്ചശാസ്ത്രത്തിലും ധാരാളം നേട്ടങ്ങളുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ നിരവധിയായ ഗ്രന്ഥങ്ങൾ അസാധാരണ മനുഷ്യരെ ശാസ്ത്രത്തിലേക്ക് അടുപ്പിക്കുന്നതിന് സഹായകമായി. Despite of his crippling disease, he has become the supernova of world physics. തളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും ലോക ഭൗതികശാസ്ത്രത്തിൻ്റെ നെറുകയിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. Friends, let me ask you, are we crippled that much? Of course not. But still, at times we lose heart and develop some sort of complex. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെപ്പോഴും തളർന്നു പോയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ തളർന്നിട്ടില്ല. പക്ഷേ ചില സമയത്തെങ്കിലും നമുക്ക് നമ്മുടെ ഹൃദയം വല്ലാതെ പിടഞ്ഞു പോയിട്ട് നമുക്ക് ചില സോർട്ട് ഓഫ് കോംപ്ലക്സുകളൊക്കെ തോന്നാറുണ്ട്. വി തിങ്ക് വി ആർ ഇൻകാപ്പബിൾ. നമ്മൾ വിചാരിക്കും നമ്മൾ തീരെ കഴിവില്ലാത്തവരാണെന്ന്. ഐ ഹോപ്പ് ദ ലൈഫ് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ് വിൽ ബി എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ടു യു. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു ഇൻസ്പിറേഷനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എബിലിറ്റി ടു നോ യുവർ എബിലിറ്റി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡിസബിലിറ്റി. അതായത് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവുകേട് എന്നാണ് പറയുന്നത്. നോ യുവർ പൊട്ടൻഷ്യൽ. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയുക. Though you are crippled physically, you will have 1,000 other abilities which will help you conquer the world. അതായത് നിങ്ങളിപ്പോൾ ശാരീരികമായി തളർന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 1000-ലധികം മറ്റു കഴിവുകളുണ്ടാകും. അത് ഈ ലോകത്തെ പിടിച്ചു കെട്ടാൻ മാത്രമുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടാകും. Find ability in your disability. The world will be yours, my dear friends. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വൈകല്യത്തിലുള്ള കഴിവ് നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഈ ലോകം തന്നെ നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. താങ്ക് യു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ സമ്മറി ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്കത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.